ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഭഗവത്ഗീതയിൽ കൂടെ കുറച്ച് നോക്കാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. എൻ്റെ ഒരു മകൾ പറഞ്ഞു, അമ്മേ ഭഗവത്ഗീത അല്പം ഇട്ട് തരണേ. ഇന്നലെ വിളിച്ച് പറഞ്ഞു. കാരണം 30 ദിവസം കൊണ്ട് ഇത് കേൾക്കുന്നില്ലല്ലോ. ചില മക്കൾക്ക് ഇത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്ക് കൊടുക്കണമല്ലോ. കാരണം സുഖമഹാമുനി എന്നെ എന്താ പറയുക, അല്പം നമുക്ക് ഒരു കൊതുകിനെ പോലെ നമുക്ക് അല്പം പറക്കാൻ ഒരു അവകാശം ഉണ്ടല്ലോ. ഗരുഡൻ പറക്കുന്ന പോലെ പറക്കാൻ പറ്റില്ല, മഹാമുനി പോലും പറഞ്ഞ അങ്ങനെ. അപ്പം നമുക്ക് ആ ഒരു കൊതുകിൻ്റെ 1000-1 പോലും നമുക്കില്ല. പിന്നെ എന്താ അല്പം, എല്ലാം മനുഷ്യനാണല്ലോ, നമ്മളൊരു ജീവിയാണല്ലോ, എന്തെങ്കിലും കാണുമല്ലോ. അത് എൻ്റെ മക്കൾക്ക് എന്നിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് പങ്കിട്ട് കൊടുക്കുക. ഇതിൻ്റെ അറിവ് എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. ഞാൻ അറിഞ്ഞതിനെ പോലെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ തരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ ഭഗവത്ഗീതയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര. എന്താ പറഞ്ഞേ? എല്ലാ കർമ്മങ്ങളെയും എന്നിൽ, ഈശ്വരനിൽ, ഭഗവാനിൽ, പരമാത്മാവിൽ, ഭഗവാൻ കൃഷ്ണൻ പറയുന്നു. പരമാത്മാവെന്ന് വെച്ചാൽ ഭഗവാൻ പരമാത്മാവാണ്, അങ്ങനെ കൃഷ്ണൻ പറയുന്നു. എന്നിൽ, പരമാത്മാവിൽ സമർപ്പിച്ചിട്ട്, അപ്പോൾ മനസ്സിലാക്കണം, ലോകപിതാവായ ദൈവത്തിൽ സമർപ്പിച്ചിട്ട് അധ്യാത്മബുദ്ധിയോടെ ആശാരഹിതനായി എൻ്റേതെന്ന ഭാവം ആശയില്ലാത്തവനായി നിന്നുകൊണ്ട് നീ യുദ്ധം ചെയ്താലും. അപ്പം ഭഗവാനിൽ, പരമാത്മ എന്ത് കർമ്മം ചെയ്താലും അത് ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ അവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. അതാണ് ആധ്യാത്മബുദ്ധി. ആ ഒരു ബുദ്ധി, ഞാനെന്ന ഭാവമോ ഞാൻ ചെയ്യുന്നുള്ള ഭാവമോ ഇല്ലാതെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് എന്ത് കർമ്മമോ ആയിക്കൊള്ളട്ടെ അത്. അപ്പം നമുക്ക് പറഞ്ഞ കർമ്മം, നമ്മൾക്കിപ്പോൾ ഓരോ തൊഴിലുണ്ടെങ്കിൽ ആ തൊഴിലായാലും എന്തുമായാലും, വീട്ടുജോലിയാണോ അത് എന്തായാലും. പക്ഷേ അവിടെ അർജുനൻ്റെ ജോലി അതായതുകൊണ്ട് അവിടെ അർജുനന് കൊടുക്കുന്ന ഉപദേശം നമുക്കെല്ലാവർക്കും ആ ഉപദേശമുണ്ട്. അതുകൊണ്ട് ആശാരഹിതനായി, ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ, എൻ്റേതെന്ന ഭാവമില്ലാതെ, എൻ്റേതാണ്. ഇപ്പം അർജുനൻ ചിന്തിക്കുന്ന കർമ്മം ചെയ്യുമ്പോൾ ആ അർജുനൻ്റെ കർമ്മം യുദ്ധമായതുകൊണ്ട് അർജുനൻ ചിന്തിക്കുന്നു, ഇതെല്ലാം എൻ്റെ ആൾക്കാരല്ലേ, അതാണ് എൻ്റേതെന്ന ഭാവം. എൻ്റെ അപ്പം ഇപ്പം സ്വന്തം ബന്ധം ഇല്ലാത്ത വേറെ ഒരു ബന്ധുക്കളല്ലാത്ത ഒരാളുടെ യുദ്ധം ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ സ്വന്തം എന്ന് ചിന്തിക്കുന്നു, അത് രണ്ടും രണ്ടല്ലേ, ഞാനെന്ന് നീയെന്ന് വരുന്നു, അത് പാടില്ല. അതുകൊണ്ട് എൻ്റേതെന്നുള്ള ഭാവം വേണ്ട. സമത്വം, എൻ്റെ അമ്മയെന്നോ എൻ്റെ അച്ഛനെന്നോ എൻ്റെ മക്കളെന്നോ എൻ്റെ സഹോദരനോ എല്ലാ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും ഞാൻ തന്നെയാകുന്നു. അപ്പോൾ അവിടെ ഒന്നേ ഉള്ളൂ, ലോകത്തെല്ലാം ഒന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് എൻ്റേതെന്ന ഭാവം മാറ്റുക. എൻ്റേതെന്നുള്ള ഭാവം ഉള്ളതുകൊണ്ടാണ് അർജുന തളർച്ച വന്നത്. കണ്ടപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, എല്ലാം എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും ഉരുക്കന്മാരും അമ്മാവന്മാരൊക്കെ ആകുന്നു. അപ്പോഴാണ് അദ്ദേഹം തളർന്നു പോയത്. അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റൂ? അതുകൊണ്ട് എൻ്റേതെന്ന ഭാവം ഇല്ലാതെ, ആശയില്ലാത്തവനായി, ഒന്നിനും വേണ്ടിയല്ല കർമ്മം ചെയ്യുന്നു, ഒരാഗ്രഹവുമില്ല, ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്നു. നിഷ്കാമ കർമ്മം, എന്ത് കർമ്മവും നിഷ്കാമ കർമ്മമായിരിക്കണം, ഒന്നിനും ഫലം ആഗ്രഹിക്കാതെ അങ്ങനെ നിന്നുകൊണ്ട് നീ യുദ്ധം ചെയ്താലും എത്രമാത്രം നല്ലൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ഭയക്കണം? നമ്മൾ ചെയ്യുന്നത് ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയാലും അതല്ലെങ്കിൽ മറ്റെന്തോ ഒരു കർമ്മമായാലും നമുക്ക് ആഗ്രഹമില്ലാതെ എൻ്റെ കർമ്മമാണിത്, അതെനിക്ക് ചെയ്ത് തീർത്തേ പറ്റൂ, ഞാൻ ചെയ്യേണ്ട കർമ്മമാണ്, അങ്ങനെ മാത്രം ചിന്തിച്ച് അത് ഈശ്വരനായിട്ട് ചെയ്തുകൊണ്ട് എൻ്റെ എന്ന ഭാവവും ഞാനെന്ന ഭാവമൊന്നും ഇല്ലാതെ ചെയ്യണമെന്നാണ് ഭഗവാൻ പറയുന്നത്. എത്ര നല്ലൊരു കാര്യമായത്. നമ്മളെല്ലാവരും അങ്ങനെ ആകണം. ഇന്ന് ഇതിൻ്റെ മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് ഒരു സദ്യക്ക് തന്നെ നമ്മൾ ചെന്നിരിക്കുകയാണ്, ഒരുപാട് പേര് ഒന്നിച്ചിരിക്കുക, വരിയായിട്ടിരിക്കുക. അതിന് അതിൽ ചില വിളമ്പുന്ന
ഇത് പങ്കിട്ട് കൊടുക്കുന്ന വിളമ്പുന്ന ആൾക്കാരുടെ സ്വന്തക്കാർ വല്ലതും ആ വരിയിലുണ്ടോ എന്ന് മുഖത്തോടൊരു നോക്കിയിട്ട് ചോറൊക്കെ ഞാൻ പണ്ട് കണ്ട് ചോറൊക്കെ എടുത്ത് ഇച്ചിരി ഇറങ്ങി ഇട്ട് കൊടുക്കും. അതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൂടുതലും കിട്ടും. അതെന്താ എൻ്റെ എന്നുള്ള ഭാവം. പക്ഷെ നിരന്നിരിക്കുക ബാക്കി എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം അസംബന്ധമാണ് കാണിക്കുന്നത്. അറിവുള്ളവർ ചിന്തിക്കത്തില്ലേ, ഓ കഷ്ടം, ദാരിദ്ര്യം. കാരണം സമത്വമാണ് അവിടെ വേണ്ടുന്നത്. എല്ലാവർക്കും ഒരുപോലെ വേണം, ആരുടെ മുഖം നോക്കാൻ പാടില്ല. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എത്രമാത്രം അറിവുകേടാണ് കാണിക്കുന്നത്. ഇങ്ങനെ നോക്കും, മുഖമുണ്ടോ, എൻ്റെ ആണോ, എൻ്റെ ആൾക്കാരാണോ. എത്ര നാറിയ ഒരു ജീവിതം എന്ന് ആലോചിച്ച് നോക്കുന്നതൊക്കെ. എത്രമാത്രം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അത്രമാത്രം വെറും വൃത്തികെട്ട ജീവിതമാണ് ചിലരുടെ ജീവിതം. മുഖത്തോട്ട് നോക്കി കൊത്തി ഇട്ടിട്ട് പോയിട്ട് ഇതെൻ്റെ ആളെല്ലാം നമ്മൾ ഇച്ചിരി ഇട്ടിട്ട് പോകും. ബാക്കി വന്ന് നോക്കുമ്പോൾ ഇത് എൻ്റെ ഓരോ പറയാൻ ഇട്ട് കൊടുക്കും. ഇതൊക്കെ ഭഗവാനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ മക്കളെ, ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ്. ഇത് പാടില്ല, നാണം കെട്ട. ഈശ്വരൻ്റെ മുമ്പിൽ അതൊന്നും മുഖം നോക്കാൻ പറ്റത്തില്ല. ഇയാളൊക്കെ പ്രാർത്ഥിക്കാൻ അങ്ങനെ വെക്കുമോ? ഈശ്വരനോട് നോക്കാൻ പറ്റും. ഈശ്വരനല്ലേ സാക്ഷി. ഈശ്വരൻ ഈ പരമാത്മാവ് സൂര്യപ്രകാശം നമ്മളെല്ലാം ഏൽക്കുന്ന ആ സാക്ഷിയായിട്ട് നിന്ന് കാണുക ഈ ചെയ്ത പ്രവൃത്തികൾ എൻ്റേതെന്നുള്ള ഭാവം. ഇവിടെ അർജുനന് അത് സംഭവിച്ചുകൂടാ. അതുകൊണ്ട് പറഞ്ഞു, എൻ്റെ എന്നുള്ള ഭാവം വേണ്ട, നീ ആശാരഹിതനായി നിന്ന് ചെയ്യൂ. ഞാൻ അത് ഭഗവാൻ ചെയ്യുന്നതായിട്ട് നീ ചെയ്യൂ, എന്നിൽ അർപ്പിച്ച് ചെയ്യൂ. അപ്പോൾ പിന്നെ നമുക്കൊന്നും ഭയക്കണ്ടല്ലോ. ഞാനൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഭഗവാൻ ചെയ്തു. അപ്പോൾ നമ്മുടെ മനസ്സിൽ എത്ര ശുദ്ധതയാണ്. എല്ലാവരും ഒന്നുപോലെ കാണാം. അവിടെ എത്ര പേര് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നു. അന്യവരും ഉണ്ട്, സ്വന്തക്കാരും ഉണ്ട്, എല്ലാം അമ്മാന്മാരൊക്കെ ഉണ്ട്. അവിടെ മുഖം നോക്കേണ്ട കാര്യമേ ഇല്ല. എൻ്റെ എന്നുള്ള ഭാവം അവിടെ വേണ്ട. ആശ ഇല്ലാത്തവനായി നിന്നുകൊണ്ട് നമുക്കൊന്നും ഇപ്പം കുറച്ച് പേർക്ക് ചോറ് വിളമ്പുന്നത് കൊണ്ട് എനിക്ക് ഇച്ചിരി കൂടുതൽ കിട്ടുമെന്നുള്ളതും വേണ്ട. അവരുടെ സ്നേഹം ഒത്തിരി കൂടുതൽ കിട്ടണമെന്നുള്ള ചിന്തിച്ചിട്ടില്ലേ, ആശ ഉണ്ടായിട്ടില്ലേ, ആഗ്രഹം. കാരണം എൻ്റെ കൊച്ചിന് ഇച്ചിരി കൂടുതൽ എടുക്കുമ്പോൾ അവൻ്റെ സ്നേഹം എനിക്ക് കിട്ടും, അതിനുവേണ്ടിയല്ലേ ഇത്തിരി തോനെ ഇട്ട് കൊടുക്കുന്നത്. അത് തെറ്റാണ്. ഒരിക്കലും ഭഗവാന്റെ മുമ്പിൽ അത് നീതിയല്ല, അനീതിയാണ്. അതുകൊണ്ട് എന്നാൽ കൊള്ളാം, നമ്മൾ നോക്കുമ്പം കഷ്ടപ്പെട്ട് വയറിന് വിശപ്പ് കൂടുതലുള്ളവർക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ നമ്മളെക്കാൾ ശരീരമുള്ളവർക്കോ കൂടുതൽ കഴിക്കേണ്ടത് കൊടുക്കുകയും വേണം. കൊച്ചുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കരുത്. ഒരു എല്ലാവരും നോക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ച്, വലിയ വയറുള്ളവർക്ക് അത്രയ്ക്ക് അങ്ങനെ കൊടുക്കാൻ അത് ന്യായമാണ്. ഒരുപോലെ കൊടുക്കണ്ട. അതാ വേണ്ടുന്നത്. അവരവരെ മനസ്സിലായത് എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ കുറേ കോരി ഇട്ട് കൊടുക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഈ ഒരു പാഠം നമുക്ക് എല്ലാവർക്കും പഠിക്കാനാണ്. സമത്വമാണ് ഈശ്വരൻ നോക്കാൻ. ഈശ്വരൻ എല്ലാവർക്കും മഴ സമത്വം, എല്ലാവർക്കും വെയിൽ സമത്വം, എല്ലാവർക്കും നദിയിലെ വെള്ളം കുടിക്കാം, എല്ലാവർക്കും ഒരുപോലെ വായു, ഇതൊക്കെ ഭഗവാൻ സമത്വം. അവിടെ ഏറ്റക്കുറച്ച് ദൈവം കാണിക്കുന്നില്ല. അത് കണ്ട് ഈ പ്രകൃതിയിലെല്ലാം ഉണ്ട്, അത് കണ്ട് നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് പ്രത്യേകം എടുത്ത് ഇങ്ങനെ എൻ്റെ എന്നുള്ള ഭാവം വേണ്ട, മമത വിടൂ, എൻ്റെ കുഞ്ഞെന്നും നിൻ്റെ കുഞ്ഞെന്നും വേണ്ട. അതാണ് ഈശ്വരൻ പറയുന്നത്. അപ്പോൾ എത്രമാത്രം നല്ലൊരു കാര്യമാണ്. അങ്ങനെ നീ നിന്നുകൊണ്ട് മനസ്സ് നീ അങ്ങനെ എന്നിൽ അർപ്പിച്ച് നീ ആശയെല്ലാം കളഞ്ഞ് നിഷ്കാമകർമ്മം നീ ചെയ്യൂ. ഒന്നുകൊണ്ട് ഒരു ആഗ്രഹവും വേണ്ട, മമത്വവും വേണ്ട, മമത വേണ്ട. മമത വിട്ട് സർവ്വത്തിനെ സമത്വമായി നീ കാണൂ. ഏമേ മതമിതം 31-ാമത്തെ ശ്ലോകം. മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. ഏമേ മതമിതം നിത്യം മനുതിഷ്ഠന്തി മാനവ ശ്രദ്ധാവന്തോ നസൂയന്തോ മുച്ചന്തേ ദേവി കർമ്മഭി. ചില മനുഷ്യർ ശ്രദ്ധയുള്ളവരായി. അപ്പോൾ ചില മനുഷ്യരിത് ശ്രദ്ധയുള്ളവരായി, അസൂയ ഇല്ലാത്തവരായി. അസൂയ എന്തുകൊണ്ട് വരണം? അന്യതാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അസൂയ. അവനോ? പക്ഷെ അവനും ഞാനാന്ന് ചിന്തിച്ചാലോ? സമത്വമാണെങ്കിൽ ഞാൻ തന്നെയാണ് നീയും, നീ തന്നെയാണ് ഞാനും. അപ്പോൾ പിന്നെ അവിടെ അസൂയക്ക് ആവശ്യമുണ്ടോ? സർവ്വം ഞാനായി കണ്ട ഞാൻ തന്നെയാണ് സർവ്വത്തിലും. ഈ പരമാത്മാവായ ചൈതന്യമാണ് എല്ലാത്തിലും. അപ്പം ഞാൻ തന്നെയാണ് അന്യ ജീവനും. അങ്ങനെ കാണുന്ന അസൂയയുടെ ആവശ്യമുണ്ടോ? അങ്ങനെ അസൂയപ്പെട്ടാൽ എന്നെ തന്നെ ഞാൻ അസൂയപ്പെടുന്നത് തുല്യമല്ല, ഞാനല്ലേ അതും ഇത് ഞാൻ തന്നെയാണല്ലോ. അവിടെ ചില മനുഷ്യർ ശ്രദ്ധയുള്ളവരായി ഇത് തന്നെ ശ്രദ്ധിച്ചിട്ട് അസൂയ ഇല്ലാത്തവരായി. യാതൊരു കാരണവശാലും അയ്യോ അവൻ നന്നാവുന്നല്ലേ, അവൻ ഇന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ നമ്മെ തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അസൂയ ഇല്ലാത്തവരായിരുന്നു. അസൂയ ഇല്ലാതാണെങ്കിൽ നമ്മൾ സമത്വം വന്നതിൽ മാത്രമേ നമുക്ക് അസൂയ ഇല്ലാതിരിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ കണിശമായിട്ടും എനിക്കില്ല, അവൻ അത്രയൊക്കെ ഉണ്ട്, അല്ലെ അവനെ പോലെ എനിക്കും ആവണം, ഇതൊരു അസൂയല്ലേ. അപ്പോൾ അവനെ പോലെ നിർമ്മാണം നമ്മൾ രണ്ടാവുന്നു, ഞാനെന്നും നീ എന്നും വരുന്നു. സർവ്വം സമത്വമാണെങ്കിലോ ഞാൻ തന്നെയാകുന്നു മറ്റത് എന്ന് ചിന്തിക്കുമ്പോൾ എന്ത് വരും? അവിടെ സമത്വം വരുമ്പോൾ അസൂയ ഇല്ല. പിന്നെ ഒരു കാരണവശാലും നമുക്ക് ആരും ദേഷിപ്പിക്കാനോ, കുറ്റങ്ങൾ ചെയ്താൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, തെറ്റ് തിരുത്താം. അത് അന്യതായിട്ടല്ല, അത് നമുക്കുള്ള കുറ്റം നമ്മൾ തിരുത്തുന്നത് പോലെ തന്നെയാണ്.
നല്ല മഹാത്മാക്കൾ അങ്ങനെ തന്നെയാണ്. എന്നിലൊരു കുറ്റം ഉണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റം ഞാൻ തീർക്കുന്നത് പോലെ തന്നെയാണ്. മറ്റേ കുഞ്ഞിലെ ഒരു കുറ്റം ഉണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റം പോലെ കണ്ട് അതിനെ മനസ്സിലാക്കി അത് എടുത്ത് കൊടുക്കുക, അതിനെ ശിക്ഷിക്കേണ്ടതാണ് ശിക്ഷിക്കുകയും ചെയ്യാം. നല്ല ശാസന കൊടുത്ത് നമ്മളെപ്പോലെ കാണുന്ന അന്യ കൊച്ചുങ്ങൾക്ക് അങ്ങനെ കാണാൻ വയ്യാത്തവരെ ശിക്ഷിക്കാൻ പോകണ്ട. നമുക്ക് അവകാശപ്പെട്ട ചില എന്താ ചോദിക്കും, എല്ലാവരെയും അങ്ങനെ നമ്മൾ കാണുമെങ്കിലും ചിലർക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമുക്ക് അതിന് പോകേണ്ട കാര്യമില്ല. കാരണം ഈ ലോകം എല്ലാവരും ഒന്നുപോലെ അല്ലല്ലോ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക. ശാസന എന്ന് പറയുന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അതിൻ്റെ പേരാ ശിക്ഷണം, പറഞ്ഞു കൊടുക്കുക. അല്ല അടിക്കുക തൊഴിക്കുക അല്ല ഈ ശിക്ഷണം. നമുക്കൊന്ന് പറ്റുന്നതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിനെപ്പറ്റി ചോദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, അസൂയയില്ലാത്തവരായി എൻ്റെ സിദ്ധാന്തത്തെ എല്ലായ്പ്പോഴും അനുഷ്ഠിക്കുന്നു. ഭഗവാൻ ഈ പറയുന്ന വാക്കുകൾ അനുഷ്ഠിക്കണം. നമ്മൾ സർവ്വപേരെയും നമ്മൾ അസൂയ ഇല്ലാത്തവരെ കാണുക. നമ്മൾ സമത്വം വേണം. എല്ലാവരെയും നമുക്ക് ഒന്നുപോലെ നമ്മുടെ സഹോദരങ്ങളാണ്, സർവ്വം ഞാൻ തന്നെയാണ്, എല്ലാം ഈശ്വരൻ്റെ മക്കൾ തന്നെയാണ്, അപ്പം നാം തന്നെയാണ് എല്ലാം. അപ്പം നമുക്ക് ഒന്നിനോട് നമുക്ക് അസൂയ തോന്നത്തില്ല. അങ്ങനെ ചില മനുഷ്യർ ഇങ്ങനെ ഭഗവാനെ തന്നെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് അത് അനുസരിക്കുന്നു. എൻ്റെ ഈ സിദ്ധാന്തത്തെ എല്ലായ്പ്പോഴും അനുഷ്ഠിക്കുന്നു. സർവ്വത്തിലും ഒരു കാക്ക കണ്ടാലും ഒരു പൂച്ചയായാലും നായയായാലും സർവ്വത്തിലും നാം തന്നെ. ഇതുപോലെ എല്ലാ ആര് വിശന്ന് വന്നാൽ നമുക്ക് ഇല്ലേ വേണ്ട, എന്തെങ്കിലും മനസ്സറിഞ്ഞ് ഇരിപ്പുണ്ടോ, അതൊരു ജീവജാലങ്ങൾക്കായാലും ഒരു മനുഷ്യനായാലും നമുക്ക് എന്തെങ്കിലും നമുക്ക് ഉണ്ടോ, ഇല്ലെങ്കിൽ അല്പം താമസിച്ചെങ്കിൽ ഒരു കുറച്ച് ചായയെങ്കിലും ഇട്ട് കൊടുക്കോ, അത്രയ്ക്ക് ക്ഷീണിച്ച് വരുന്ന അത് കണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എപ്പോഴും എന്ന് പറയുന്നത്, എപ്പോഴും എൻ്റെ ഈ സിദ്ധാന്തത്തിൽ എല്ലായ്പ്പോഴും ഒരു ദിവസം നമുക്ക് ഉറക്കത്തിൽ മാത്രമല്ല ബാക്കി എല്ലാ സമയത്തിനും നമുക്ക് ഓരോരോ പ്രവർത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എന്താ കാരണം, ഒന്നിലും കുറവ് വരത്തില്ല. നമ്മൾ ചെയ്ത പ്രവർത്തികൾ എല്ലാം സാക്ഷിയായി ഭഗവാൻ നോക്കി നിൽക്കുക. എവിടെ നമുക്ക് വീഴ്ച വരുന്നു എന്ന് നോക്കാൻ തക്കവണ്ണം ഇരിക്കുക നമ്മളെ പഠിപ്പിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് വേണം, സർവ്വസമയത്തും ഭഗവാനത്തിൻ്റെ ചിന്തയുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ തെറ്റ് വരത്തില്ല. അങ്ങനെ അനുഷ്ഠിക്കുക. അവരും കർമ്മങ്ങളാൽ മോചിക്കപ്പെടുന്നു. അപ്പോൾ ഈ കർമ്മം കൊണ്ട് അവർ മോചനം നേടുന്നു. അവർക്ക് മോക്ഷത്തിലേക്ക് പോകാം. എന്താ ശുദ്ധമായ കർമ്മം, ഈശ്വരനോട് സ്നേഹിക്കുന്ന കർമ്മം. ഈ നമ്മളെ പരിശുദ്ധമായ ഈ കർമ്മം എത്രമാത്രം വലിപ്പമാണെന്ന് അറിയാമോ? ഭഗവാന്റെ മുമ്പിൽ അത്ര വലിയ കർമ്മം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ, നമ്മളെ തന്നെ നമ്മളായി കണ്ട് എല്ലാവരെയും അങ്ങനെ കാണുമ്പോൾ അത് വലിയൊരു ഈ സിദ്ധാന്തം നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് അർജുന നീ ഇങ്ങനെ ചെയ്യ് എന്ന് പറയുമ്പോൾ എത്രമാത്രം നമ്മൾക്ക് പഠിക്കാനുണ്ടത്. ഈ ഭഗവത്ഗീത ഭഗവാനോട് എപ്പോഴും നമ്മൾ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യണം. ഭഗവാനെ ഇത് എത്രമാത്രമാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നതെന്ന്. നല്ലൊരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത 32ാമത്തെ ശ്ലോകം വായിക്കാം. യേ ത്വേദഭ്യസൂയന്തോ ന അനുഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാന ചേതസ. ഇത് എന്താ വെച്ചാൽ, ചിലർ നേരത്തെ നമ്മൾ പറഞ്ഞ് ചില മനുഷ്യർ ഭഗവാൻ ഈ പറഞ്ഞതെല്ലാം ശ്രദ്ധാപൂർവ്വം ഇത് അനുഷ്ഠിക്കുന്നു. എല്ലായ്പ്പോഴും എപ്പോഴെല്ലാം നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തെല്ലാം നമുക്ക് ഓരോ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം തന്നെ ചിന്തയിലും എല്ലാം ഇത് തന്നെ. ചിന്ത പോലും വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കുന്ന പോലും നന്മയായിരിക്കും. അതുപോലെ തന്നെ പ്രവർത്തിക്കല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ പറയുന്നു, ചിലർ എൻ്റെ ഈ അഭിപ്രായത്തെ ദൂഷണം ചെയ്യുന്നവരായിട്ട് അനുഷ്ഠിക്കുന്നില്ല. കാരണം എന്താ, അവർക്ക് എൻ്റെന്നുള്ള മമത വിട്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിളമ്പുമ്പോൾ നോക്കി മുഖം കണ്ടു കൊടുക്കുന്നു. അതുപോലെ അർജുനൻ നോക്കുമ്പോൾ യുദ്ധം ചെയ്യുന്ന നേരത്ത് എൻ്റെ ബന്ധുക്കളാണ്. അങ്ങനെ വരുമ്പോൾ ചിലർ അത് മനഃപൂർവ്വമായിട്ട് അനുഷ്ഠിക്കത്തില്ല. കാരണം പിന്നെ ഇത് കേൾക്കാൻ പോവില്ലയോ, എത്ര പറഞ്ഞാലും അല്ല ഉള്ളിലോട്ട് അവർക്ക് എൻ്റെ ചിന്ത വിട്ടുമാറാൻ പറ്റത്തില്ല. ഒരിക്കലും അത് പറ്റത്തില്ല. അതുകൊണ്ട് ചിലർ എൻ്റെ ഈ അഭിപ്രായത്തെ, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ തന്നെ ഇഷ്ടമാണ് എനിക്ക്. അതുപോലെ എത്രയോ മക്കൾക്ക് ഇത് ഇഷ്ടമുണ്ടാവും. പക്ഷേ ഇത് ചില മനുഷ്യർ എൻ്റെ ഈ അഭിപ്രായത്തെ ദൂഷണം ചെയ്യുന്നവരായിട്ട് അനുഷ്ഠിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ ചെയ്യാൻ പോലും ഇതൊന്നും ശരിയല്ല. എൻ്റെ കൊച്ചുങ്ങൾ തന്നെയാണ്, ഞാൻ അതിനെ തന്നെ എടുത്ത് ചേർത്ത് വെച്ചേക്കും. മറ്റേ നീ അങ്ങോട്ട് മാറുന്നില്ല കൊച്ചൻ, നിനക്ക് പിന്നെ വിശക്കെന്തെങ്കിൽ ഇച്ചിരി കൂടെ ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ട് ബാക്കിയുണ്ട് നിനക്ക് തരാം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലാണ് ചില മനുഷ്യർ. അതുകൊണ്ട് അനുഷ്ഠിക്കുന്നതേ ഇല്ല. എന്താ, ദൂഷണം. അതുകൊണ്ട് അവരെങ്ങനെ അവിവേകികൾ, കാരണം അവർ അറിവുള്ളവരല്ല, അവർ അവിവേകികളും ആത്മകർമ്മജ്ഞാന വിഷയത്തിൽ അജ്ഞരുമായ, അതായത് ആധ്യാത്മികമായ ഈശ്വരനെ അറിയാത്തവർ. ഒരു കാരണവശാലും ആത്മീയ കർമ്മം അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ്, അറിയാത്തതുകൊണ്ടാണ്. ഇതൊന്നും അവർ പഠിക്കത്തില്ല, കേൾക്കത്തില്ല. ആരോട്ട് പറഞ്ഞിടത്തോളം ഇങ്ങനെ വന്നിട്ട് ഇല്ല എന്നവർ വിശ്വസിച്ച് അവർക്ക് അവരുടെ രക്തബന്ധം മാത്രമേ ഉള്ളൂ, മറ്റെല്ലാം എവിടോ കിടക്കുന്നവർ എന്ന് ചിന്തിച്ച് തള്ളിക്കളയുന്നു. എൻ്റെതിനെ മാത്രം എന്ന് പറഞ്ഞ് എല്ലാത്തിനും പിടിച്ച് ചേർത്ത് കെട്ടുന്ന ഭയങ്കര സംഘം.
അത് മാത്രം. അവരെങ്ങനെയാണ് മോചിക്കപ്പെടുന്നത്? ഈ ലോകത്തുനിന്ന് മോചനം കിട്ടി പോകുന്നത് എങ്ങനെയാ? പിടിച്ചു വെച്ചേക്കല്ലയോ, കെട്ടി വെച്ചേക്കല്ലയോ, മുറുക്കി വെച്ചേക്കല്ലയോ? അതുകൊണ്ട് അവർ അവിവേകികളും ആത്മകർമ്മജ്ഞാന വിഷയത്തിൽ അജ്ഞരുമായ അവരെ നശിച്ചു പോയവരായി നീ മനസ്സിലാക്കണം. നമുക്കതിന് യാതൊരു വിഷമിച്ചിട്ട് കാര്യമില്ല. അവർ നശിച്ചു പോയവർ തന്നെയാണ്, അല്ലെങ്കിൽ കേൾക്കുമല്ലോ. അവർക്ക് ഇവിടുന്ന് മോചനമില്ല. അവർ ഓരോ കുമിള വരും പൊട്ടും അതിങ്ങനെ മരിച്ചും ജനിച്ചും ഇങ്ങനെ കിടക്കും, കഷ്ടപ്പെട്ട് ദുരിതപ്പെട്ട് ഒരിക്കലും കരകയറാൻ വയ്യാതെ അവിടെ കിടന്ന് ഇങ്ങനെ വലയും. ഉള്ള കാലവും മരിക്കും, പിന്നും വരും, പിന്നെ ഇങ്ങനെ കിടന്ന് നരകിക്കും. കാരണം എന്താ? ആത്മീയമായ യാതൊരു അറിവും അവർക്കില്ല. ഒന്നും പറഞ്ഞു കൊടുത്താൽ ചെവിയിട്ട് കയറത്തുമില്ല. അവരിങ്ങനെ മൃഗങ്ങളെ പോലെ അവരിങ്ങനെ കിടന്നോട്ടെ. അവർ ആത്മകർമ്മജ്ഞാന വിഷയത്തിൽ അവർ അജ്ഞരാണ്, അവർക്ക് അറിവില്ലായ്മയാണ്. അതുകൊണ്ട് അവരെ നീ നശിച്ചു പോയവരായി നീ മനസ്സിലാക്കണം. അതാണ് ഭഗവാൻ പറയുക. എത്രമാത്രമാണ് ഇത്, എന്തൊക്കെ അറിഞ്ഞാൽ എത്രമാത്രം ആനന്ദമാണ്. എനിക്കിതൊന്നും പറഞ്ഞിട്ട് എനിക്ക് അത്രമാത്രം സന്തോഷമുണ്ട്. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്തൊരു ആനന്ദമാണ്. നമ്മുടെ പ്രവൃത്തികളെല്ലാം എത്ര നന്നാവാനും ജനങ്ങളെ മനസ്സിലാക്കാനും നമുക്ക് എല്ലാം സമത്വമായി കാണുമ്പം ഒരു ആനന്ദ നിർവൃതിയാണ്. എല്ലാം ഒന്നുപോലെ കാണാൻ, സർവവും നാം തന്നെയാണെന്ന് കാണാൻ, കാണാതെല്ലാം നാം തന്നെയെന്ന് നമുക്ക് അനുഭവം വരുമ്പോൾ നമുക്ക് ആരോടും അസൂയ കുശുമ്പ് ഒരു ദോഷവും നമുക്ക് ആരിലും ഉന്നയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉന്നയിച്ചാൽ നമ്മെ തന്നെ ചിന്തിക്കാൻ തുല്യമാണ്. നാം തന്നെയാണ് സർവ്വതും. കാണാതെ മൊത്തം ഞാൻ തന്നെയാകുന്നു. ആ ഞാനാവൻ തന്നെയാണ് എന്നിലും നിന്നില്ല. അപ്പം ഞാനല്ലേ എല്ലാം. അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇത് അത്രമാത്രമാണ് ഇതൊരു വേദം. എന്ത് നല്ല ഭഗവാന്റെ ഉപദേശം. ആ ഉപദേശം ഞാൻ അനുഷ്ഠിച്ച് കഴിയുന്നവർക്ക് അതൊരു സന്തോഷമായിരിക്കും. അറിവില്ലാത്തതായി വരണം. എൻ്റെ മോൾ ഇന്നലെ വിളിച്ചു പറഞ്ഞ് ബിജു അമ്മേ അതൊന്ന് ഇട്ട് തരണേ. അവർക്കൊക്കെ മനസ്സിലാകുന്നതിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ ഇതിപ്പോൾ 30 ദിവസം കൊണ്ട് മുടങ്ങിയിരിക്കുന്നത്. അവർക്കിത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓരോ മക്കളും ഉണ്ട് പറയാതെ പറയുന്നത്. കാരണം അവരെന്നോടിപ്പം വയ്യാത്തതുകൊണ്ട് എല്ലാം താന്ന് പറയാൻ വയ്യാത്തോണ്ട് അടങ്ങിയിരിക്കും. പക്ഷേ എനിക്കാവുമെങ്കിൽ എത്രമാത്രം സന്തോഷമാണ് മക്കളെ. എല്ലാവർക്കും എനിക്ക് എൻ്റെ അറിവിനൊത്ത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാനിത് പഠിച്ചിട്ടൊന്നുമല്ലല്ലോ. നമ്മുടെ പ്രവൃത്തി അതാണ് ഇതിൽ കൂടെ പറയുന്നത്. ഞാൻ എന്താണ് അതെനിക്ക് പറയാൻ പറ്റുമല്ലോ, അങ്ങനെ പറയുന്നത് അല്ല. എനിക്കിതിൻ്റെ ഒന്നും മനസ്സിലാക്കാനുള്ള ഞാനൊന്നും ഗുരുമുഖത്തുനിന്ന് പഠിച്ചതൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഇപ്പോഴല്ലയോ ഇതൊക്കെ എടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെൻ്റെ പണ്ടേ ഉണ്ടെങ്കിൽ അർത്ഥങ്ങളൊന്നും അന്ന് മനസ്സിലാക്കാനോ വേറെ കൊടുക്കണോ എന്നുള്ള ചിന്തകളൊന്നും ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഇപ്പോഴല്ലയോ ഈ 1-2 വർഷമല്ലേ ആൾ ഇതൊക്കെ ഇങ്ങനെ യൂട്യൂബും കാര്യങ്ങളും വന്നതും കുറച്ച് മക്കളെ കിട്ടിയതൊക്കെ. അപ്പോൾ എനിക്ക് സന്തോഷമായിട്ടുള്ളത് കൊടുക്കാൻ ഞാൻ എന്നോട് തന്നെ സന്തോഷിക്കുകയല്ലേ. മറ്റൊരു മകൾ സന്തോഷിക്കുമ്പോൾ ഞാൻ സന്തോഷം തുല്യല്ലേ. അപ്പോൾ എനിക്ക് എന്തൊരു ആനന്ദമാണ്. എല്ലാ കർമ്മവും അങ്ങനെയാണ്. എല്ലാം ഒരാൾക്കൊന്ന് കൊടുക്കുന്നതും ഞാൻ എന്നോട് കാണിക്കുന്ന സന്തോഷം ഞാൻ തന്നെയാണ് അനുഭവിക്കുന്നത്. മറ്റൊരു സന്തോഷം എൻ്റെ സന്തോഷമാണ്. അപ്പോൾ എനിക്ക് അവളത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇനി അടുത്ത ഒരു ദിവസം ആക്കാം. ഹരി ഓം ഹരി ഓം ഹരി ഓം.